വിറ്റ് പണമാക്കണം. സ്വർണത്തിനാണെങ്കിൽ ഇപ്പൊ മുടിഞ്ഞ വിലയും. അത് താഴോട്ട് പോകുന്നതിന് മുമ്പ് വിറ്റ 4 കാശ് ബാങ്കിലിടാം. ഇപ്പൊ തന്നെ പോയേക്കാം. വേറെ ആരുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് കാശ് വാങ്ങി പോവാം. ഇത്രയും തുകയൊക്കെ പെട്ടെന്ന് തരാൻ ഇവരുടെ കയ്യിലുണ്ടാവോ? ബാങ്കിലൊക്കെ പോയി പണം എടുത്ത് വരുന്നത് വരെ കാത്തിരിക്കാന്ന് പറഞ്ഞ മഹാമെനക്കേടാ. എന്നാലും സാരമില്ല. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? കേറി വരൂ. പൊന്നൂസ് മുതലാളി ഇല്ലേ? മുതലാളി അറിയോ? ആരാ കുഞ്ഞോനെ? അത് നീയായിരുന്നോ? എന്തേ മുതലാളി ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ കാര്യം? മുതലാളിക്ക് എന്നെ കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് അറിയാം. അതൊന്ന് മാറ്റാനും കൂടിയാ ഞാൻ വന്നത്. എങ്ങനെ മാറ്റാൻ? വല്ല സ്വഭാവ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ടോ? അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതിന്റെ പേരിലാണല്ലോ മുതലാളിക്ക് ഈ നീരസം. അതൊന്ന് മാറ്റാൻ ഒന്നാം തരം ഒരു സാധനമായിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. എന്താ ഇത്? മനസ്സിലായില്ലേ? ഇത് സ്വർണം 916 ആ സാധനം. ഇതെന്തിനാ? വിൽക്കാൻ. ഇവിടെ വിൽക്കാനോ? എനിക്ക് വേണ്ടേ വേണ്ട. അന്നത്തെ കച്ചവടം ഞാൻ മറന്നിട്ടില്ല. അയ്യോ മുതലാളി അങ്ങനെ പറയരുത്. മുതലാളി തന്നെ ഇതെടുക്കണം. ദേ നല്ല പളുങ്ക് പോലത്തെ സ്വർണ്ണാ. ദേ എനിക്കിത് ഏത് കടയിൽ കൊണ്ടു കൊടുത്താലും കാശ് കിട്ടും. പക്ഷേ ഇത് മുതലാളിക്ക് തന്നെ തരണം എന്നുള്ളത് എന്റെ ഒരു ആശയാ. അന്നത്തെ പേരുദോഷം മാറ്റണം എനിക്ക്. ദേ അതിന് മുതലാളി എന്നെ അനുവദിക്കണം. അതിനാ ഞാൻ ഇവിടെ തന്നെ വന്നത്. ഈ പെണ്ണുമ്പിള്ളിക്ക് പറഞ്ഞാലും മനസ്സിലാകത്തില്ലേ? എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. മുതലാളി അങ്ങനെ തീരുമാനിക്കാതെ ദേ എന്റെ മുഖത്തോടൊന്ന് നോക്കിക്കേ. നല്ലവളാവാൻ എനിക്കൊരു അവസരം താ.